ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പൊൻകണി കണ്ടും കൈനീട്ടം നൽകിയും വിഷുവിനെ വരവേറ്റ് മലയാളികൾ. ഗുരുവായൂരിൽ വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജനത്തിരക്ക്. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ദേവസ്വങ്ങൾ. സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നാളെ ആരംഭിക്കും. മെയ് 3-ാം വാരം ഫലം പ്രഖ്യാപിക്കും. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കൊടുങ്ങല്ലൂരിൽ അന്തേവാസിയായ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ മറ്റൊരു കേസ് കൂടി. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ ബോബി, കെയർടേക്കർ മഹേഷ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ. സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഗിരീഷ് കുമാർ TCVയോട് പറഞ്ഞു. വളരെ ഗംഭീരമായിട്ട് ഒരാൾക്കും ഒരു കുറ്റവും പറയാത്ത വിധത്തിലുള്ള തരത്തിലേക്ക് നമ്മുടെ കമ്മിറ്റി മെമ്പർമാരും തട്ടക നിവാസികളും ആഘോഷ കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നത്. ആവശ്യത്തിന് ആനകളില്ലാത്തത് മൂലം ലഭ്യമായ ആനകളെ കൂടുതൽ സമയം ചടങ്ങുകൾക്കായി ഉപയോഗിക്കേണ്ടി വരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണം നീക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. തിരുവമ്പാടിക്കും പാറമേക്കാവിനും കൂടിയിട്ടും മിനിമം 100 ആനകൾ വേണം. എന്നാലാണ് ഈ ആനകൾക്ക് അധികം വർക്ക് ലോഡ് കൊടുക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ എണ്ണം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ് അവിടെ. അപ്പോൾ അവിടെ വർക്ക് ലോഡ് കൂടുകയാണ്. വർക്ക് ലോഡ് കൂടി കഴിഞ്ഞാൽ നമ്മൾ നിയമത്തിൽ നിന്ന് മാറുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നിയമം നമ്മൾ ലംഘിക്കേണ്ടതായിട്ട് വരികയാണ്. ആനകൾക്ക് ആവശ്യമായ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ആശയവിനിമയം നടത്തിവരികയാണ്. കഴിഞ്ഞ വർഷം നല്ല രീതിയിലുള്ള സഹകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുൻപുണ്ടായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. അത് 2024 ഉണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ അവരും ആ വിഷയങ്ങൾ പഠിക്കുകയും ദേവസ്വങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും അതിലിടപെട്ട് അതിനുവേണ്ടി ചർച്ചകൾ നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിറ്റ്സ് ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഇത്തവണ പൂരത്തിന് കാണുന്നത്. വെടിക്കെട്ടിലും കുടമാറ്റത്തിലുമൊക്കെ പതിവ് പോലെ ചില സർപ്രൈസുകൾ ഉണ്ടാകും. കാത്തിരുന്ന് കാണുമെന്നും ഗിരീഷ് കുമാർ കൂട്ടിച്ചേർത്തു. അത് സീക്രട്ടാണ്. അതായത് കുടമാറ്റവും വെടിക്കെട്ടും അതൊരു ഫ്രണ്ട്ലി മത്സരമാണ്. അതായത് പാറമേക്കാവ് തിരുവമ്പാടി രണ്ടുപേരും ആ സമയത്താണ് പുറത്തെടുക്കുള്ളൂ. TCV തൃശൂർ. കൊടുങ്ങല്ലൂരിൽ അന്തേവാസിയായ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ മറ്റൊരു കേസ് കൂടി. വയനാട് സ്വദേശിയായ മറ്റൊരു അന്തേവാസിയെ മർദ്ദിച്ചതിന് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ ബോബി, കെയർടേക്കർ മഹേഷ് എന്നിവർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പാലക്കാട് കണ്ണമ്പ്ര ചെല്ലിപ്പറമ്പിൽ വീട്ടിൽ പ്രഭാകരന്റെ മകൻ ശ്രീനാഥ് മർദ്ദനമേറ്റ് മരിച്ചതിനെ തുടർന്ന് പോലീസ് മറ്റ് അന്തേവാസികളുടെ മൊഴിയെടുത്തു വരികയാണ്. ഇതിനിടെയാണ് വയനാട് സ്വദേശി അശ്വത് രവീന്ദ്രൻ സ്ഥാപനത്തിനെതിരെ മൊഴി നൽകിയത്. ബോബിയും മഹേഷും തന്നെ മർദ്ദിച്ചിരുന്നതായി അശ്വത് പോലീസിനോട് പറഞ്ഞു. കൊടുങ്ങല്ലൂർ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിനയയുടെ സഹായത്തോടെയാണ് പോലീസ് മൊഴിയെടുത്തത്. ശ്രീനാഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കെയർടേക്കർ മഹേഷിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നുവരികയാണ്. വിഷുപ്പുലരിയിൽ നല്ലൊരു നാളെയുടെ പ്രതീക്ഷകളുമായി മലയാളി കണികണ്ടുണർന്നു. തലേന്ന് തന്നെ വീടുകളിൽ കണിയൊരുക്കി വെച്ചിരുന്നു. ഓട്ടുരുളിയിൽ കൊന്നപ്പൂക്കൾ, കോടിമുണ്ട്, ഗ്രന്ഥക്കെട്ട്, വാൽക്കണ്ണാടി, കണിവെള്ളരി, ചക്ക, മാങ്ങ, മറ്റു ഫലങ്ങൾ എല്ലാം ചേരുന്ന ഐശ്വര്യത്തിന്റെ പൊൻകണിയിലേക്ക് നാട് മിഴി തുറന്നു.
ഈ കണിയുടെ പുണ്യവും സൗഭാഗ്യവും വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം. കണി കണ്ടു കഴിഞ്ഞതോടെ കുടുംബത്തിലെ മുതിർന്നവർ വിഷുക്കൈനീട്ടം നൽകി. ഈ കൈനീട്ടം സമ്പൽ സമൃദ്ധിയുടെ നല്ല നാളുകൾക്കായുള്ള തുടക്കമാണ്. കൂട്ടായ്മയുടെ വിഷു ഉത്സവത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്നു. പിന്നെ സദ്യവട്ടം ഒരുക്കലിന്റെ തിരക്കായി. പപ്പടവും പായസവും ഒക്കെ ചേരുന്ന വിഷുസദ്യ ഓണസദ്യ പോലെ തന്നെ പ്രധാനം. കൂട്ടായ്മയുടെയും ഗൃഹാതുര സ്മരണകളുടെയും മധുരം കൂടിയാണ് തൂശനിലയിൽ വിളമ്പിയത്. പിന്നെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലുമായി കുട്ടികൾ ആഹ്ലാദ തിരകളിലേക്കിറങ്ങി. കാലത്തിന്റെ കുത്തൊഴുക്കിലും ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും മാറ്റമൊന്നുമില്ലാതെ ഒരു വിഷുക്കാലം കൂടി മലയാളിയെ തഴുകി കടന്നു പോവുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് വിഷു ആശംസകളോടെ ടീം TCV. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണി ദർശനത്തിന് ആയിരങ്ങളെത്തി. പുലർച്ചെ 2:55 മുതൽ 3:55 വരെ 1 മണിക്കൂറായിരുന്നു വിഷുക്കണി ദർശനം. നാഴികമണി 2 അടിച്ചതോടെ മേൽശാന്തി TM നാരായണൻ നമ്പൂതിരി കുളിച്ച് ഈറനണിഞ്ഞെത്തി ആദ്യം ഗുരുവായൂരപ്പനെ കണി കണ്ടു. തുടർന്ന് നാളികേര മുറിയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ച് ഗുരുവായൂരപ്പനെ കണി കാണിച്ചു. ഗുരുവായൂരപ്പന്റെ തങ്കത്തടമ്പ് ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് അലങ്കരിച്ച് സ്വർണ്ണസിംഹാസനത്തിൽ വെച്ചിരുന്നു. ഇതിന് താഴെയായാണ് ശാന്തിയേറ്റ കീഴ്ശാന്തിമാർ ചേർന്ന് ഓട്ടുരുളിയിൽ കണിക്കോപ്പൊരുക്കിയിരുന്നത്. വിഷുക്കണി ദർശനത്തിന് കിഴക്കേ ഗോപുരവാതിൽ തുറന്നതോടെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. കൺകുളിർക്കെ കണ്ണനെയും കണിയും കണ്ടു തൊഴുതു. ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷുക്കൈനീട്ടം നൽകി. ശ്രീലകത്തിന് പുറമെ നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കിയിരുന്നു. കണിദർശനം അവസാനിച്ചതോടെ വാകച്ചാർത്തും അഭിഷേകവും അടക്കമുള്ള പതിവ് പൂജകൾ ആരംഭിച്ചു. കണിദർശനത്തിന് ശേഷവും ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. വിഷുസദ്യയും ഉണ്ടായിരുന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. പുലർച്ചെ 3 മുതൽ 4 വരെയായിരുന്നു കണി ദർശനം. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് വൻ തിരക്ക്. നിർമാല്യം, അഭിഷേകം ഉൾപ്പെടെയുള്ള പതിവ് പൂജകളും ദർശനവും നടന്നു. ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ദേവസ്വം വിഷുസദ്യയും ഒരുക്കിയിരുന്നു. വിഷുവിന് സദ്യ കെങ്കേമമാക്കാൻ ഫാമിലി പാക്ക് സദ്യ ഒരുക്കി കാറ്ററിംഗ് സ്ഥാപനങ്ങൾ. വീടുകളിൽ പാചകം ചെയ്തുള്ള സദ്യയ്ക്ക് പുറമെയാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങളും മികച്ച രീതിയിലുള്ള ഫാമിലി പാക്ക് സദ്യ ഒരുക്കിയത്. പല കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും ഇൻസ്റ്റന്റ് സദ്യ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഫാമിലി പാക്ക് സദ്യയ്ക്ക് പുറമെ ആവശ്യക്കാർക്ക് വിവിധ തരത്തിലുള്ള പായസവും കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഒരുക്കിയിരുന്നു. 6 മുതൽ 10 പേർ വരെ ഇലയിട്ട് കഴിക്കാവുന്ന സദ്യയ്ക്ക് 2500 മുതൽ 6000 രൂപ വരെയാണ് ഈടാക്കിയിരുന്നത്. ഇത്തവണ പാചകവാതക പ്രതിസന്ധി മൂലം ഇൻസ്റ്റന്റ് സദ്യയ്ക്ക് അല്പം വില കൂട്ടുകയും ചെയ്തിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കാണ് സദ്യ ഒരുക്കിയിരുന്നത്. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ചുരുക്കം ചില കാറ്ററിംഗ് സ്ഥാപനങ്ങൾ വിഷുസദ്യ ഒഴിവാക്കിയിരുന്നില്ല. വിഷുനാളുകളിൽ ഓടക്കുഴൽ വാദനത്തിൽ ശ്രദ്ധയാകർഷിച്ച് 14 വയസ്സുകാരൻ. വടക്കാഞ്ചേരി ചാഴിക്കുളം വീട്ടിൽ കാർത്തികേയൻ സൗമ്യ ദമ്പതികളുടെ മകൻ CK അഭിനവാണ് ജനശ്രദ്ധ നേടുന്നത്. ഓടക്കുഴലിലൂടെ വിഷുപ്പാട്ടുകൾ പാടി ഈ അവധിക്കാലത്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ആസ്വാദനത്തിന്റെ പുതുതലം നൽകുകയാണ് ഈ കൊച്ചുമിടുക്കൻ. ഓടക്കുഴലുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപം കണികണ്ടുണരുന്ന വിഷുവിൽ ഓടക്കുഴലിനെ നെഞ്ചോട് ചേർത്ത ഈ കൊച്ചുമിടുക്കനും ശ്രദ്ധ നേടുന്നു. കോലഴി ചിന്മയ സ്കൂളിൽ 9ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ അഭിനവ് ചേലക്കര ശിവന്റെ ശിക്ഷണത്തിലാണ് 2 വർഷത്തോളമായി ഓടക്കുഴൽ പഠനം തുടരുന്നത്. ശിവമാഷ് എന്ന് പറഞ്ഞ മാഷാണ് പഠിപ്പിച്ചായിരുന്നത്. എൻ്റെ മാസ്റ്ററാണ് ശിവമാഷ്. ചേലക്കരയിലാണ് വീട്. മാഷ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നു. പിന്നെ എനിക്ക് തോന്നെ വേദിയിൽ പാടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് നന്നായി പാടിയ ഓഡിയൻസിനെ സന്തോഷിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനകം നിരവധി വേദികളിൽ ആസ്വാദക മനം കവർന്ന അഭിനവ് സ്കൂളിൽ നിന്നും കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് വലിയ നേട്ടങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. കളരിയും കരാട്ടയും അഭ്യസിച്ചു വരുന്ന അഭിനവ് നാടിന്റെ അഭിമാന താരമാവുകയാണ്. അവധിക്കാലത്ത് ഓടക്കുഴലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശീലനം തുടരുന്ന തിരക്കിലാണ് അഭിനവ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നാളെ ആരംഭിക്കും. SSLCക്ക് 70 കേന്ദ്രങ്ങളിലെ 10500 അധ്യാപകരാണ് മൂല്യനിർണ്ണയം നടത്തുക. മെയ് 3-ാം വാരം ഫലം പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഹയർ സെക്കൻഡറിയിൽ 89 ക്യാമ്പുകളിലെ 24,000-ഓളം അധ്യാപകരെയാണ് മൂല്യനിർണ്ണയത്തിന് നിയോഗിച്ചിരിക്കുന്നത്. മെയ് 4-ാം വാരത്തിലാകും ഫലപ്രഖ്യാപനം. അതേസമയം 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷാഫലം മെയ് 2-ന് പ്രസിദ്ധീകരിക്കും. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിച്ചേക്കും.
തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ചൂട് വർദ്ധിക്കുന്നതിനിടെ വീണ്ടും കത്തിക്കയറി വൈദ്യുതി ഉപഭോഗം. വൈദ്യുതി ഉപഭോഗം 6012 മെഗാവാട്ട് പിന്നിട്ടു. കഴിഞ്ഞ ദിവസമാണ് 6000 മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗം പിന്നിട്ടത്. 13-ന് രേഖപ്പെടുത്തിയ 5933 മെഗാവാട്ടായിരുന്നു നേരത്തെയുള്ള വൈദ്യുതി ഉപഭോഗ റെക്കോർഡ്. അതേസമയം വൈദ്യുതി ഉപഭോഗം കൂടിയത് KSEBക്ക് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രതിദിനം 8 ലക്ഷം യൂണിറ്റിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത്. ചൂട് വർദ്ധിച്ചതോടെ വീടുകളിൽ AC, കൂളർ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചതാണ് ഉപഭോഗം കൂടാൻ കാരണം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിനിടെ കടന്നുവരുന്ന എൽനിനോ പ്രതിഭാസം കാരണം കേരളത്തിലും രാജ്യമെമ്പാടും മഴ കുറഞ്ഞേക്കുമെന്ന ആശങ്ക. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന കാലവർഷത്തിനിടെ ജൂണിലോ ജൂലൈയിലോ എൽനിനോ രൂപപ്പെടാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. പസഫിക് സമുദ്രപരിതലം അസാധാരണമായി ചൂടുപിടിക്കുന്ന ഈ പ്രതിഭാസമാണ് കേരളത്തിൽ ചൂട് കൂടാനും കാലവർഷം കുറയാനും കാരണമാകുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇടവിട്ട് മഴ ലഭിക്കുന്ന തരത്തിലുള്ള കാലവർഷമാണ് കേരളത്തിന് പൊതുവെ ഗുണകരം. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ സംസ്ഥാനത്ത് ആവശ്യത്തിന് മഴ ലഭിച്ചിരുന്നു. വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അയൽവാസിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടുകാട് വീട്ടിൽ ശരത്താണ് അറസ്റ്റിലായത്. ദേശമംഗലം കടുകശ്ശേരി തച്ചോത്ത് വീട്ടിൽ തനിച്ചു താമസിക്കുന്ന പരേതനായ മുഹമ്മദ് ഭാര്യ സഫിയയാണ് കൊല്ലപ്പെട്ടത്. ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് ആദ്യം കരുതിയിരുന്നെങ്കിലും സ്വർണ്ണാഭരണം കാണാതായ സംഭവത്തിൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് പ്രതി സഫിയയുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുന്നതിനായി ഇവരുടെ വീടിന്റെ പിറകിലുള്ള അകത്ത് കയറി ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കവർന്നെടുത്ത സ്വർണ്ണാഭരണങ്ങൾ പ്രതിയുടെ വീട്ടിലെ കുളിമുറിയിൽ നിന്ന് കണ്ടെത്തി. കുന്നംകുളം ACP CP മുരളീധരൻ, ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ ശശിധരൻ നായർ, SI KR ജസ്റ്റിൻ, SI സതീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ മദ്രസ അധ്യാപകനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം എടയൂർ പറങ്ങോട്ട് പറമ്പിൽ തിയാമു എന്ന കുഞ്ഞു മുഹമ്മദിനെയാണ് എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ജൂൺ 7 മുതൽ 2026 ഫെബ്രുവരി 2 വരെയുള്ള ദിവസങ്ങളിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മദ്രസയിലെ ക്ലാസ് മുറിയിൽ വെച്ച് പ്രതി പലതവണ ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് പരാതി. കുട്ടി വീട്ടിലറിയിച്ചതിനെ തുടർന്ന് തൃശൂർ ചൈൽഡ് ലൈനിൽ നിന്ന് എരുമപ്പെട്ടി സ്റ്റേഷനിലേക്ക് വിവരം ലഭിക്കുകയും ചൈൽഡ് വെൽഫെയർ ഓഫീസറായ ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓമന അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയുമായിരുന്നു. ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കോഴിക്കോട് നിന്നാണ് ഇൻസ്പെക്ടർ S അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വേനൽ അവധിക്കാലത്തെ അമിത ആഘോഷങ്ങൾ റോഡ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന പശ്ചാത്തലത്തിൽ കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾക്കും യാത്രക്കാർക്കുമായി മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. കുട്ടികൾ റോഡിലോ റോഡരികിലോ കളിക്കുന്നില്ലെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് യാതൊരു കാരണവശാലും വാഹനങ്ങൾ നൽകരുത്. ഇരുചക്ര വാഹനങ്ങളിലുള്ള ദൂരയാത്രകൾ, പ്രത്യേകിച്ച് ഗ്രൂപ്പായുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വിനോദയാത്രകൾ കൃത്യമായി റൂട്ട് പ്ലാൻ ചെയ്ത് സമയമെടുത്ത് മാത്രം നടത്തുക. രാത്രി 11 മുതൽ പുലർച്ചെ 5 വരെയുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. അനിവാര്യമായ സാഹചര്യങ്ങളിൽ രാത്രി ഡ്രൈവിംഗിൽ പരിചയമുള്ളവരെ മാത്രം നിയോഗിക്കുക. ഇവർക്ക് പകൽ സമയം കൃത്യമായി വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം പുറത്തുവരാൻ വൈകിയ സാഹചര്യത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകി UDF. ബൂത്തുകളിൽ എത്ര പേർ വോട്ട് ചെയ്തുവെന്ന് കണക്ക് വ്യക്തമാക്കുന്ന ഫോം സിയുടെ വിശദാംശങ്ങൾ മണ്ഡലം തലത്തിൽ സമാഹരിച്ച് ജില്ലാ തലത്തിലേക്ക് കൈമാറാൻ നിർദ്ദേശമുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം കേന്ദ്രങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാവശ്യപ്പെട്ട് 140 UDF സ്ഥാനാർത്ഥികൾക്കും അവരുടെ ഏജന്റുമാർക്കും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകി.
ജില്ലാ UDF ചെയർമാൻമാർക്കും DCC പ്രസിഡന്റുമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണൽ സംബന്ധിച്ച കൂടുതൽ നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ നൽകുമെന്നും നേതൃത്വം അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൈശാഖ പുണ്യകാലം ശനിയാഴ്ച ആരംഭിക്കും. മേടമാസത്തിലെ അമാവാസിക്ക് ശേഷം ഇടവമാസത്തിലെ അമാവാസി വരെയുള്ള ഒരു ചാന്ദ്രമാസമാണ് വൈശാഖ മാസം. മെയ് 15-നാണ് വൈശാഖ സമാപനം. ദാനധർമ്മങ്ങൾക്കും വിഷ്ണു ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യമുള്ള വൈശാഖത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വൻ തിരക്കാകും അനുഭവപ്പെടുക. പ്രവാസി മലയാളികളും ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരും ഏറ്റവും അധികം എത്തിച്ചേരുന്നത് വൈശാഖ മാസത്തിലാണ്. മേൽപ്പത്തൂർ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയങ്ങളിൽ നിരവധി നൃത്ത അരങ്ങേറ്റങ്ങളും ഈ സമയത്ത് നടക്കും. വൈശാഖത്തിലെ പുണ്യദിനമായ അക്ഷയ തൃതീയ 19-നാണ്. ക്ഷേത്രം കഴകക്കാരുടെ വകയായി ശ്രീലകത്ത് നെയ്വിളക്ക്, നിറമാല, 2 നേരവും മേളത്തോടെയുള്ള കാഴ്ചശീവേലി എന്നിവ ഉണ്ടാകും. പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയിലെ കലാപ്രേമികളുടെ കൂട്ടായ്മയായ പാപ്പ ഫ്രെയിംസിന്റെ ആഭിമുഖ്യത്തിൽ മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര ആലപിച്ച തിരുനാൾ ഗാനം വൈറലാകുന്നു. പരിപാവന പാദം തേടി 10,000 അണയുന്നു പരിപാലനമേകോത്താതാ പാവനമാർ യൗസേപ്പേ. പാവറട്ടി പുണ്യാളന്റെ ചിത്രഗീതം എന്നു പേരിട്ട ഈ തിരുനാൾ ഗാനം സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് അനുഗ്രഹിച്ച് വിശ്വാസികൾക്ക് സമർപ്പിച്ചു. പാവറട്ടി തീർത്ഥ കേന്ദ്രത്തിന്റെ സ്നേഹോപഹാരം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി KS ചിത്രയ്ക്ക് സമ്മാനിച്ചു. പാപ്പ ഫ്രെയിംസ് അംഗങ്ങൾ ചേർന്ന് പ്രിയ ഗായികയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മലയാളത്തിന്റെ വാനമ്പാടിക്കൊപ്പം ചലച്ചിത്ര താരവും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ, ഗായികയും റാപ്പറുമായ ഇന്ദുലേഖ വാര്യർ എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. മ്യൂസിക്കൽ പ്രൊജക്ടിന്റെ ആശയവും ദൃശ്യ സംവിധാനവും നിർവഹിച്ച ജെബിൻ ജോസഫ്, പാപ്പ ഫ്രെയിംസ് രക്ഷാധികാരി സേവ്യർ കുറ്റിക്കാട്ടെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒത്തിരി തലമുറകളുടെ ഇഷ്ടഗാനമായ ഈ പുണ്യാള ഗീതം സൃഷ്ടിക്കപ്പെട്ടത് അരനൂറ്റാണ്ടിന് മുൻപാണ്. അന്നത്തെ ഗായക സംഘത്തിലെ അംഗവും അധ്യാപകനുമായിരുന്ന CC ജോസിന്റെ ഈണത്തിൽ അധ്യാപകനായ വടുക്കൂട്ട് നിക്കോളാസ് എഴുതി ഒരു പിറന്നാൾ കാലത്ത് പുറത്തിറങ്ങിയ ഈ ഗാനം അക്കാലം തൊട്ടേ പാവറട്ടി പുണ്യാളന്റെ സവിശേഷ ഗാനങ്ങളിൽ ഏറ്റവും പ്രേക്ഷക പ്രീതി ആർജിച്ച് പാവറട്ടി പള്ളിയിൽ സ്ഥിരമായി പാടിവരുന്നു. ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പുതിയ കാലത്തിന് ഇണങ്ങും വിധം സമ്പന്നമായ ഓർക്കസ്ട്രേഷൻ മികവോടെയാണ് പുണ്യാളന്റെ ചിത്രഗീതം ഇക്കുറി പ്രേക്ഷകർക്കരികിൽ എത്തുന്നത്. ഇടവക അംഗങ്ങളായ ജെബിൻ ജോസഫിന്റെ ആശയത്തിൽ ബ്രോൺസൺ പൗലോസ് ആണ് പരിപാവന പാദം തേടി എന്ന് തുടങ്ങുന്ന അനശ്വര ഗാനത്തിന് പുതിയ ചിറകുകൾ സമ്മാനിച്ചത്. ഈ ഗാനം KS ചിത്രയുടെ ഔദ്യോഗിക YouTube ചാനലിലൂടെ വിശ്വാസികൾക്ക് ലഭ്യമാണ്. TCV ന്യൂസ്, പാവറട്ടി. കീഴ്പള്ളിക്കരയിൽ മാനസിക വെല്ലുവിളി നേരിടുന്നയാളെ കൂട്ടം ചേർന്ന് ആക്രമിച്ച സംഭവത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് താന്യം പഞ്ചായത്ത് അംഗം മിനി ജോസ്. നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മിനി ജോസ് ആരോപിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയൂബ്, താന്യം മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തൊറയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ MLV നായർ എന്ന മിച്ചാട്ട് വേലായുധൻ നായരുടെ ശതാഭിഷേകം ഈ മാസം 18-ന് വേലായുധീയം എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. അഷ്ടപതി ഇടയ്ക്ക പഞ്ചായരി, സ്വീകരണ ഘോഷയാത്ര, സമാദരണ സദസ്സ്, പുസ്തക പ്രകാശനം, പിറന്നാൾ സദ്യ, ചാക്യാർകൂത്ത്, പഞ്ചാരിമേളം എന്നിവയുണ്ടാകും. രാവിലെ 10:30-ന് കൊടകര പൂനിലാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ മേജർ രവി, തിരുവനം കുട്ടന്മാരാർ, സംഗീത സംവിധായകൻ വിദ്യാധരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ R ബാലകൃഷ്ണൻ, എഴുത്തുകാരൻ അഞ്ചത്ത് ബാലകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, ജനറൽ കൺവീനർ ഉണ്ണി പോറോത്ത്, കോർഡിനേറ്റർ കൊടകര ഉണ്ണി, KS സുനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ, വനിതാ വിംഗ് ചെയർപേഴ്സൺ ഷൈന ജോർജ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ, നാട്ടിക നിയോജക മണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ ഷീല പ്രേംരാജ്, നാട്ടിക മണ്ഡലം യൂത്ത് വിംഗ് ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി ജോജി ജേക്കബിനെ തെരഞ്ഞെടുത്തു.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം വിഷു ആഘോഷിച്ചു. കാരുണ്യ വൃദ്ധസദനത്തിൽ നടന്ന വിഷു ആഘോഷം ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ പോൾ പുലിക്കോട്ടിൽ, പ്രമോദ് കണിമംഗലത്ത്, ഡെയ്സി പോൾസൺ, അലി സഗീർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. 1,13,920 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഈ മാസത്തെ ഏറ്റവും കൂടിയ വിലയാണിത്. ഇതോടുകൂടി 1 ഗ്രാമിന് 14,240 രൂപയായി. കഴിഞ്ഞ ദിവസം സ്വർണത്തിന് വില കൂടിയിരുന്നു. 1,12,880 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. 14,110 രൂപയായിരുന്നു 1 ഗ്രാമിന്റെ വില. ഇന്ന് ഒരു പവന് കഴിഞ്ഞ ദിവസത്തേക്കാൾ 1,040 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. 130 രൂപയാണ് 1 ഗ്രാമിന് കൂടിയത്. കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ചിറക്കാക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവം ആഘോഷിച്ചു. വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ കാവടി ആഘോഷം നടന്നു. പ്രസാദൌട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് പൂരം കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ വിഷു സംക്രമ വേല ആഘോഷിച്ചു. കൂട്ടിയെഴുന്നേൽപ്പിന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. താണിക്കുടം തെക്കുംപുറം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കാളവേലയും മുടിവേലയും നടന്നു. ഇനി വാണിജ്യം. ഉപഭോക്താക്കൾക്ക് ഓഫറുകളുടെ പൂരക്കാലം സമ്മാനിച്ച് തൃശൂർ ഓറോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മെഗാ ആനിവേഴ്സറി സീസൺ സെയിലിന് തുടക്കമായി. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും പരിശുദ്ധിയും വിശ്വാസവും ഒരുപോലെ കോർത്തിണക്കി സ്വർണ്ണാഭരണ നിർമ്മാണ മൊത്തം വ്യാപാര രംഗത്ത് 34 വർഷത്തെ അനുഭവ സമ്പത്തുമായി പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ഓറോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഏപ്രിൽ 14 മുതൽ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കുന്ന ഓറോ മെഗാ ആനിവേഴ്സറി സീസണൽ സെയിൽ സീരിയൽ സിനിമാ താരം സാനിയ ബാബു ഉദ്ഘാടനം ചെയ്തു. ഓറോ മാനേജിംഗ് ഡയറക്ടർമാരായ ജോസ് AP, ലാൽ KR, മോഹൻ, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. സെപ്റ്റംബർ 16 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് റോയൽ എൻഫീൽഡ് 350 ബുള്ളറ്റ് മെഗാ ബമ്പർ സമ്മാനമായി ലഭിക്കും. കൂടാതെ 5 ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങളും വിവാഹ പർച്ചേസുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ദമ്പതികൾക്ക് തായ്ലൻഡ് ഹണിമൂൺ പാക്കേജും സ്വന്തമാക്കാം. ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറായി ഏപ്രിൽ 20 വരെ കേരള ബംഗാളി ഡിസൈനിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വെറും 1.99% പണിക്കൂലിയിലും ഒറിജിനൽ ചെട്ടിനാട് നഗാസ് ടർക്കിഷ് ആഭരണങ്ങൾ കേവലം 6.25% പണിക്കൂലിയിലും ലഭ്യമാകും. ഇതിനു പുറമെ സ്പിൻ ടു വിൻ ഓഫറിലൂടെ ഗിഫ്റ്റ് ഡിസ്കൗണ്ട് വൗച്ചറുകൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും നേടാം. സ്വന്തം നിർമ്മാണശാലകളിൽ നിന്നുള്ള പരിശുദ്ധ BIS 916 HUID ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളും വൈവിധ്യമാർന്ന സർട്ടിഫൈഡ് വജ്രാഭരണങ്ങളും ഇടനിലക്കാരില്ലാതെ ഉൽപാദന വിലയിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനൊപ്പം മികച്ച കളക്ഷനുകളും സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും അത്യാധുനിക രീതിയിലുള്ള പർച്ചേസ് സൗകര്യങ്ങളും മികച്ച വിൽപ്പനാനന്തര സേവനങ്ങളും ഓരോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകതയാണ്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,240 രൂപ, പവന് 1,13,920 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട് അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, near bus stand, തൃപ്രയാർ. പൊൻകണി കണ്ടും കൈനീട്ടം നൽകിയും വിഷുവിനെ വരവേറ്റ് മലയാളികൾ. ഗുരുവായൂരിൽ വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജനത്തിരക്ക്. തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ദേവസ്വങ്ങൾ. സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നാളെ ആരംഭിക്കും. മെയ് 3-ാം വാരം ഫലം പ്രഖ്യാപിക്കും. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കൊടുങ്ങല്ലൂരിൽ അന്തേവാസിയായ യുവാവ് മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ മറ്റൊരു കേസ് കൂടി. സ്ഥാപനത്തിലെ നടത്തിപ്പുകാരൻ ബോബി, കെയർടേക്കർ മഹേഷ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സംസ്ഥാനത്തെ ചൂട് കൂടുന്നു. വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.